എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ശരിക്കും നടുവടിഞ്ഞു. ഫുഡ് കഴിച്ച് കിടന്നു. സ്കൂളിൽ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സാറും ഞാനും ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ. പിന്നെ പിറ്റേന്ന് ക്ലാസ്സിൽ സാറിനെ കാത്തിരുന്നു. സുബിയോടും നീതുവിനോടൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ എന്ന് വെച്ചാ ഞാനും സാറും കൂട്ടായ കാര്യം. അതിന് സാറ് വന്നു. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ സാറിന് പോയി ചിരിച്ചു. പക്ഷെ സാറിനെ മൈൻഡ് ചെയ്തില്ല. ഫുൾ ഗൗരവം മുഖത്ത്. ഹോംവർക്ക് ചെയ്യാത്തൊരു സ്റ്റാൻഡപ്പ്. ഞാൻ എഴുന്നേറ്റ് നിന്നു. ചുറ്റും നോക്കി. വേറെ ആരുമില്ലായിരുന്നു. എന്തറിയാ, നീ മാത്രം എഴുതായിരുന്നു. സാർ ഞാൻ 2-3 ദിവസം ലീവായിരുന്നു. അപ്പൊ ഞാനും ലീവായിരുന്നല്ലോ. ഹോംവർക്ക് വന്നപ്പോൾ ലീവായിരുന്നോ? അല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടോ എഴുതാത്തതിന്? നോ. എന്ത് പണിഷ്മെന്റാ കൊടുക്കേണ്ടത്? എനിക്ക് സങ്കടം വന്നു. എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. സാർ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇരുന്നോ, നാളെ എഴുതിക്കൊണ്ടുവരാൻ കേട്ടോ. സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. നീതു ആ സ്നേഹനെ നന്നായി കളിയാക്കി. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയില്ല. സുബി എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. പക്ഷെ സാറിനോടൊരു പരിചയവും കാണിച്ചില്ല. അതെന്നെ വല്ലാതെ തളർത്തി. അതിനിടയിൽ ഷിഫാനയും സാറും തമ്മിലൊരു ടോക്ക് വന്നു. സ്കൂൾ മുഴുവൻ ചർച്ചയായി. സാറിനെ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള കാരണം ഷിഫാനയായിരിക്കുന്നു മനസ്സിലുറപ്പിച്ചു. റിയ, നീ ആകെ മാറി. നിനക്കെന്താ പറ്റി? സുബി ചോദിച്ചു. ഒന്നുമില്ലടാ, എനിക്കറിയാം നിനക്ക് സാറിന് ഇഷ്ടമാണല്ലേ. സാറ് നിന്നോട് പഴയ പോലെയാണെങ്കിൽ നിനക്കും അങ്ങനെ ആയിക്കൂടെ? സുബി പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പിന്നെ പഴയ റിയായി. പക്ഷേ സാറിന് നേർക്കുനേരെ നിന്നു. പക്ഷെ മനസ്സിൽ സാറിനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ ഒരു ദിവസം സുബിക്ക് തീരെ വയ്യ. ഭയങ്കര തലവേദന. ഓൾ ഡെസ്കിൽ തലവെച്ച് കിടന്നു. സാറ് വന്നു. എന്താ കുട്ടി കിടക്കുന്നത്? ഞാൻ ഒന്നും അറിഞ്ഞില്ലേ? സർ, ആൾക്ക് വയ്യ. ഓ ഓക്കെ. ബെഞ്ചിൽ തലവെച്ച് കിടന്നാൽ പിന്നെ എന്തും പറയാലോ. അതെനിക്ക് തീരെ പിടിച്ചില്ല. സുബി അങ്ങനെ കള്ളത്തിനും കാട്ടുന്ന ആളല്ല. വേദന കൊണ്ട് പുളയാണ് പാവം. എല്ലാവരും അങ്ങനെയല്ല സർ. അവളിവിടെ കിടക്കുന്നതിന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വയ്യാ പിന്നെ ക്ലാസ്സിലേക്ക് വരുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിരുന്നു. പിന്നെ സാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താ സുഖം? തലവേദന. വീട്ടിൽ പോകണോ? വേണ്ട. വേണി വിളിക്കാം. സർ, വീട്ടിലേക്ക് വിളിക്കണം സർ. നല്ല വേദനയുണ്ട്. ഓൾക്ക് അറിയായിരുന്നു. ഞാൻ പറഞ്ഞു. ഓക്കെ. വീട്ടിലെ നമ്പർ കൊടുത്തു. അവളുടെ ഒപ്പം വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. സുബി ഇല്ലാത്തതുകൊണ്ട് ആകെ ചടച്ചു. ക്ലാസ് കഴിഞ്ഞ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. നീതു വസ്നയും പോയി. ഞാൻ അവിടെ ഇവിടെയും നോക്കി നിന്നു. സുബിയപ്പം നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റിൽ ഒരു റെഡ് കാർ നിർത്തി. അതിൽ നിന്ന് ആരോ എന്നെ മാടി വിളിച്ചു. സാർ? റിയ, ഒന്ന് വാ, അർജന്റ്. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല. എന്തിനാണാവോ? വണ്ടി പഞ്ചറായോ? ഇനി ഉന്താനാവോ? പിന്നെ എനിക്കൊന്നും വയ്യ. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ? വാ, ഞാൻ കൊണ്ടുപോയി തരാം. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ബസ്സിൽ പോയി വരും. ഞാനെന്തായാലും ആ വഴിക്കാ. ഞാനൊന്നിനുമില്ല. മര്യാദ കയറുന്നുണ്ടോ? അയ്യോ, ഞാൻ പേടിച്ചു. ഒന്ന് പോയി. ഇടയ്ക്കിടെ കളർ മാറുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. പ്ലീസ് കയറ്. എനിക്ക് കയറാൻ മനസ്സിലെങ്കിലോ? ഞാൻ തിരിഞ്ഞടന്നു. പെട്ടെന്ന് സാറിനെ പിടിച്ചു വലിച്ച് കാറിലേക്ക് ഇട്ടു. നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. നിങ്ങളെന്താ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഞാൻ ഡോറ് കുറെ തള്ളി. സാറ് വണ്ടിയെടുത്തു. മിണ്ടാതിരി. സാറ് ദേഷ്യപ്പെട്ടു. സത്യം പറ, താൻ എവിടേക്കിനെ കൊണ്ടുവന്ന്? നിന്നെ കൊല്ലാൻ. ആ, നിങ്ങൾ അതും ചെയ്യും. ഒന്നും മിണ്ടാണ്ടിരിക്കാൻ എന്തെങ്കിലും തരണോ? നിന്നെ നിന്റെ വീട്ടിൽ തന്നെ ആക്കി തരുന്നേ. മുഖം വീർത്തല്ലോ, ഇപ്പൊ പൊട്ടും. നീ അനുവിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തു പറയാൻ? ഞാൻ മിണ്ടില്ലാന്നോ? അങ്ങനെ വല്ല പരാതി അവളിനോട് പറഞ്ഞു? പറഞ്ഞെങ്കിൽ പരാതി പറഞ്ഞു കളിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാണോ? അനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാനിവിടെ എന്തും പറയും. അത് നിങ്ങൾ നോക്കണ്ട. ഓഹ് എൻ്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത്. അല്ലാതെ വേറെ കാരണമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പുറമായിരുന്നു. ഒരു പിടിയും തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഷിഫാനയോ? എനിക്കറിയില്ല സത്യം. ആ കുട്ടി എപ്പോഴും ഡൗട്ട് ചോദിക്കാൻ വരാറുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. ആരൊക്കെ ഇല്ലാത്ത പറയുന്ന. നിങ്ങളെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഷിഫാനൊക്കെ ഉണ്ട്. നിങ്ങൾ വന്ന മുതലേ ഇളക്കം. ഈ ഫാൻസിന്റെ ഒരു കാര്യം. സാറി ചിരിച്ചു. ഒരു ഫാൻസ്? ഞാൻ പുച്ഛിച്ചു. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഇപ്പൊ പ്രശ്നമൊക്കെ മാറിയില്ലേ? നിന്റെ ഗൗരവം കുറക്കാലോ ഇനി. ഞാനല്ലല്ലോ ഗൗരവം കാണിക്കുന്നത്, നിങ്ങളല്ലേ. ഓക്കെ, ഞാൻ നിർത്തി. നീയും? ഞാൻ നിർത്താം. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ തന്നെ അറിയുമെന്ന് പറയണം. അതെന്തിനാ? പറയൂല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഇവിടെ നിർത്തിക്കോ. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വീട്ടിൽ കൊണ്ടുവിട്ടാലേ പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ വരേണ്ടി വരും. ഇവിടുന്ന് കുറച്ച് നടന്നാൽ വീട്ടിലെത്തും. ഓക്കെ, ബൈ. സീ യു. സാറ് പോയി. ഞാൻ നടന്നു. മനസ്സിലെ ഭാരം കുറഞ്ഞ പോലെ തോന്നി. ഉമ്മി വിശക്കണു. പോയി കുളിച്ചിട്ട് വാ. റൂമിൽ പോയി. എന്റെ ടേബിളിൽ ഒരു ഓപ്പോ ഫോൺ. ഇതാ പുതിയതാണല്ലോ. ഉമ്മി, ഉമ്മി, ഒന്നിങ്ങ് വാ. എന്താടി വിളിച്ച് കാറുന്ന്? ഇവിടേക്ക് വാ. അടുക്കളയിൽ 100 കൂട്ടം പണിയുടെ അടിയില്ല. എന്താ നിന്റെ പ്രശ്നം? ഈ ഫോൺ ആരുടെയാ? ആ, അത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ. ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓ ഉപ്പാക്ക് ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഈ മോളെ കുറിച്ചൊരു ചിന്തയില്ല. ഞാൻ ഇന്നും പറയാൻ തുടങ്ങിയിരിക്കുക എനിക്കൊരു ഫോൺ വേണമെന്ന്. അയ്യോ നിനക്ക് എന്തിനാടി ഫോണ്? തിന്നാൻ. വെറുതെ ഒന്നുമല്ലല്ലോ, എനിക്ക് അവകാശമുള്ളല്ലേ ചോദിച്ചുള്ളൂ. അവകാശമോ? നിങ്ങൾ മറക്കും. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ ഉണ്ടായ ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ഫുള്ള് വാങ്ങി. എന്നിട്ട് +2 കഴിയാനായി. കഴിഞ്ഞോ? ഇനി ഞാൻ പോട്ടെ. ഉമ്മ തിരിഞ്ഞാണെന്ന്. പോ. ഉമ്മയാണത്രേ ഉമ്മ. റയ്യാനാ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഉമ്മ വിളിച്ചു. എന്തിനാപ്പോ ഉമ്മ ഇത്താൻ വിളിക്കുന്നേ? എന്താ ഉമ്മ വിളിച്ചോ? ഇത്ത വന്നു. ഈ മൊബൈൽ ആർക്കുള്ള? ഉമ്മ ഇത്താക്ക് നേരെ കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഗിഫ്റ്റ് അല്ലേ? എനിക്കുള്ള സാധനങ്ങൾ മാത്രം ഈ ടേബിളിൽ വെച്ചാൽ മതി. ഞാൻ ദേഷ്യപ്പെട്ടു. നിനക്കിഷ്ടായോടി? എനിക്കൊന്നും ഇഷ്ടായില്ല. ഇഷ്ടായില്ലേ? എനിക്ക് വേണ്ടല്ലേ? എടി പൊട്ടി, നിനക്കുള്ള ഫോണായത്. നീ ഉപ്പാനെ ടോർച്ചർ ചെയ്ത് ലാസ്റ്റ് ഉപ്പനോട് പറഞ്ഞു നിനക്ക് വാങ്ങിത്തരാൻ. അക്കൗണ്ടിലേക്ക് ആശ അയച്ചിരുന്നു. ശരിക്കും? നിനക്കിഷ്ടായെങ്കിൽ റിച്ചിന് കൊടുക്കാം. റിച്ചുവോ? അവനാദ്യം മുട്ടിന്ന് വരട്ടെ. നല്ല ഫോൺ. ഈ ഉമ്മിക്ക് എന്താ ആദ്യം പറഞ്ഞ? മനുഷ്യന്റെ വായിൽ വെള്ളം പറ്റി. ഓടി നണ്ടി, നിന്റെ ഫോണൊന്നും എനിക്ക് വേണ്ട. എന്റെ ഉപ്പ എനിക്ക് വാങ്ങിത്തരും. റിച്ചു വന്നു പറഞ്ഞു. അയ്യോ കാത്തിരുന്നോ? പിന്നെ റീനു, നിന്റെ വേറൊരു പരാതി കൂടെ തീരാൻ പോവാ. എന്ത്? ഉപ്പാന്റെ പാർട്ട്ണറുടെ മോനെ നീ കണ്ടില്ല, പരിചയമില്ലാതെ എങ്ങനെ കെട്ടുന്നൊക്കെയല്ലായിരുന്നു നിന്റെ പരാതി. അതിന് ഉപ്പ ചക്കന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് അയക്കും, നിങ്ങൾ പരിചയപ്പെട്. ഹൈഷ്, അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ഫോൺ വേണ്ടായിരുന്നു. ഉപ്പ വല്ലാതെ ചീത്തയായി പോയി. നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഇനിയിപ്പോൾ ഇതിൽ വാട്സപ്പൊക്കെ എടുക്കാമല്ലോ അല്ലേ? മെസ്സേജ് അയക്കാവാ. റിയാറാണെന്ന് മനസ്സിലാവും. പുതിയ സിമ്മാണ്, എല്ലാവരെയും പറ്റിക്കണം. ആരാദ്യം പറ്റിക്കും? അനുവിനാദ്യം മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഹായ് അനു, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായി. ഐ ലവ് യു. റിപ്ലൈ ഒന്നുമില്ലല്ലോ. എവിടെ പോയി? ഞാൻ വീണ്ടും അയച്ചു. ഡി ഞാനറിഞ്ഞു. തെണ്ടി ബ്ലോക്കാക്കി. ഇതിനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. എന്തായാലും വിളിക്കാം. ഈ നമ്പർ ആയതുകൊണ്ട് അവൾ എടുക്കാതിരുന്നു. പിന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഹലോ, ഇതാരാ? കുറെ നേരമല്ലോ. നിന്റെ ചാട്ടന്റെ പെങ്ങളോട് വേണ്ട കേട്ടോ. പടച്ചോനെ, ഈ പെണ്ണിന്റെ കാര്യം. ആഷിക്കൊക്കെ ഇത് ഞാൻ അറിയുന്നു. പുതിയ ഫോൺ കിട്ടി, അപ്പൊ നിങ്ങളെ പറ്റിക്കാന്ന് കരുതിയ ഓളിന്റെ ബ്ലോക്കാക്കി. ആഹാ, അല്ലേലും അനുവിന് പൊട്ടത്തിയ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ? ഇവിടുന്ന് പോയതിനു ശേഷം ഒരു സംസാരമില്ലല്ലോ. അവിടുന്ന് പോയാൽ അവിടെ ഇങ്ങനെ സംസാരം ഉണ്ടാകുക? ഇവിടെയല്ലേ സംസാരം ഉണ്ടാവുക? ഇതെന്താ നിങ്ങൾ ഒരുമാതിരി സംസാരം? ഈ പെണ്ണിനെ ഞാൻ അനുവിനോട് കേട്ടോ. എടി പൊട്ടത്തിയ റീനുവാ, നിന്നെ പറ്റിച്ചാ ഇന്ന ഫോൺ. ആഷിക്കൊക്കെ പറഞ്ഞു. ഡി നിനക്ക് ഞാൻ തരാട്ടോ. ഞാനാ പേടിച്ചു. അനു പറഞ്ഞു. അപ്പടിയാ, എന്നാ ബ്ലോക്ക് മാറ്റി വാട്സാപ്പിലേക്ക് വാ. ഓള് വാട്സാപ്പിൽ വന്നു. ഞങ്ങൾ കുറെ നേരം ചാറ്റ് ചെയ്ത്. ശാലുവിന് ഫോണില്ല. എന്നാ ഓളെ പറ്റിക്കായിരുന്നു. ഇനി ആരെ പറ്റിക്കും? സാറിന്റെ മനസ്സിലെന്താ നോക്കാലോ. അനുവിന്റെ കയ്യിൽ നിന്ന് സാറിന്റെ നമ്പർ വാങ്ങി. ഹായ് സർ, ഹൗ ആർ യു? ഹായ് സർ, ഹൗ ആർ യു? ഫൈൻ, ഹൗ ആർ യു? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പാവം സ്റ്റുഡന്റാ ഞാൻ. അക്മലെ, നീ വീണ്ടും നമ്പർ മാറ്റിയോ? സർ, അക്മലോ? എന്റെ കെട്ടിയോള്. നിനക്ക് കിട്ടിയൊന്നും പോരെ? ഇയാൾ ഇതിനും പാരോ പറ്റിച്ചിരുന്നു. ഇനി എന്ത് ചെയ്യും? പറയാം, വേറെ വഴിയില്ല. ഇത് അക്മലല്ല, റിയ. റിയക്ക് വാട്സാപ്പിലെ പോത്തെ നിന്നോട് അന്നേ പറഞ്ഞല്ലേ. ഇതിപ്പോ എന്താ? എനിക്ക് വാട്സാപ്പിൽ നിന്നൊക്കെ അക്മൽ എങ്ങനെ അറിയാം? ഇതെന്താ? ഡാ ചീറ്റി പോയില്ലേ? വോയിസ് അയക്കാം, അല്ലാതെ വഴിയില്ല. ഹലോ സർ, ഇത് ഞാൻ റിയാണ്. എനിക്ക് ഫോൺ കിട്ടി, അപ്പൊ ഒന്ന് പറ്റിക്കാന്ന് കരുതിയതാ. പക്ഷേ അല്ല, അക്മലിന് എന്നെ എങ്ങനെ അറിയാം? നീയായിരുന്നോ? അതോ അക്മൽ നിന്നെ ആഷിക്കിന്റെ കല്യാണത്തിന് കണ്ടിരുന്നു? നീയാണെന്ന് പറഞ്ഞവൻ എന്നെ പറ്റിക്കാൻ നോക്കിയിരുന്നു, പക്ഷേ ചീറ്റിപ്പോയി. സാറ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ചാറ്റ് ചെയ്തു. പിറ്റേന്ന് ക്ലാസ്സിൽ സാറ് വന്നു. എന്നെ നോക്കി ചിരിച്ചു. റിയ, നിന്നെ ആഷിക്ക് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇയാളിതെന്ത് തേങ്ങയെ പറയുന്നത്? ഇല്ലല്ലോ. വേറെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യിൽ? നമ്പർ വേണമെങ്കിൽ വേറെന്തൊക്കെ വഴിയുണ്ട്. ക്ലാസ്സിൻ്റെ ഇടയിൽ ചോദിക്കേണ്ട ആവശ്യം എന്താ? ഉണ്ടാവും, ഞാൻ മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞു. സ്റ്റുഡൻസ്, ഞാൻ റിയയുടെ റിലേറ്റീവാ. അല്ലേ റിയ? സാറ് ക്ലാസ്സിനോടായി പറഞ്ഞു. ഓ, എല്ലാവരുടെയും മുമ്പിൽ പരിചയപ്പെടുത്തുവാണല്ലേ. പെട്ടെന്ന് തന്നെ അറിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാവരുടെയും ഇടയിലുണ്ടാവും. അപ്പം സാറിൻ്റെ സൈക്കോളജിക്കൽ മൂവ്. ഞാൻ ഷിഫാനെ നോക്കി. ആളുടെ മുഖം കോടി നിൽപ്പുണ്ട്. ഐഷ്, ആ നിൽപ്പ് എന്താ രസം കാണാൻ. സാർ എൻ്റേതാടി. അങ്ങനെ പതിവ് പോലെ ആലിൻ ചോട്ടിൽ ഞങ്ങൾ സല്ലപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ റിയാസും കൂട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. റിയ, ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി 2 വർഷമാകുന്നു. ഞാൻ പറഞ്ഞു നിന്നോട് എൻ്റെ പുറകെ നടക്കാൻ. റിയ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്ലീസ്, എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമല്ലാതെ ആരെങ്കിലും യെസ് എന്ന് പറയോ? എനിക്ക് നിന്നെ വേണം. ഞാൻ ആദ്യമായിട്ടാ നീ എന്നോട് യെസ് പറയും. ഒന്ന് പോയച്ച മതി പടി. ഞാൻ സുബിയെ വിളിച്ചു. നീ എവിടെ ഇങ്ങടി പോകുന്നത്? അവൻ എൻ്റെ കൈ കയറി പിടിച്ചു. വിട്. ഞാൻ കുതറി. ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തിരിച്ചിട്ടെന്ന് കയറി തന്നെയാ. അത് പറയാൻ തന്നെ ഞാൻ വിടില്ല. ഡാ
പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുന്നതാ. സാറ് വന്നെ മുഖത്ത് ആഞ്ഞടിച്ചു. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാ വാ. അവൻ മൂടുതായും പോയി. എന്താ പ്രശ്നം? സാറിന് അവനോട് എന്നെ ചോദിക്കായിരുന്നില്ലേ? അതിപ്പോ തല്ലി കഴിഞ്ഞിട്ട് ചോദിക്കുന്ന മോശമല്ലേ? അതാ. അത് റിയനോ പ്രപ്പോസ് ചെയ്താ. ഓ, അവരൊക്കെ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത്? ഇനി ശല്യം ചെയ്യണം പറയണം കേട്ടോ. നിങ്ങൾ ഇവിടെയാണോ സമയം ചെലവഴിക്കല്? എന്നായിരിക്കും ഞാനും കൂടെ നിങ്ങളുടെ കൂടെ. പിന്നെ സാറ് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. സർ, നാളെ ഔട്ടിയിലേക്ക് വരുമോ? അവിടെ എന്താ? സുബിയുടെ ബർത്ത്ഡേ ആണ്, ചെറിയ ട്രീറ്റ്. ഓ, നോക്കാം. സാറ് വരണം. സുബിയെ ഫസ്റ്റ് വിഷ് ഞാൻ തന്നെ ചെയ്യണം, പിന്നെ സ്റ്റാറ്റസ് വേണം. അതുകൊണ്ട് തന്നെ 12 മണി വരെ ഉറക്കം വിളിച്ചിരുന്നു. 12 മണിക്ക് അവൾ വിളിച്ച് വിഷ് ചെയ്തു, പിന്നെ സ്റ്റാറ്റസും വെച്ചു. ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. സാർ എന്നോട് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ലൗട്ടി ഞങ്ങളെല്ലാവരും കൂടി കേക്ക് അറേഞ്ച് ചെയ്തിരുന്നു. റെഡ് വെൽവെറ്റ്. സാറും വന്നു, കേക്ക് മുറിച്ചു. സാറിന്റെ ഫോണിൽ ഫോട്ടോ എടുത്തു. സുബി ഞങ്ങൾക്ക് എല്ലാവർക്കും ഷവർമയും ജ്യൂസും ട്രീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ഹസ്നയും നീതു അവരുടെ ഗിഫ്റ്റ് കൊടുത്തു. അവളൊന്ന് ബാഗിലിട്ടു. എനിക്ക് റിയ തന്ന ഗിഫ്റ്റ് ഒന്ന് കാണാം. സുബി, നീ ഒന്ന് പൊട്ടിക്കോ. അത് വേണോ സാർ? അവൾ പൊട്ടിച്ചു. അത് കണ്ടുടനെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അവൾ നിൽക്കുന്ന ഫോട്ടോ ഞാൻ വരച്ചത് ഒരു ഫ്രെയിം. നന്നാവെന്ന് കരുതിയിട്ടില്ലായിരുന്നു. നല്ല എഫേർട്ട് എടുത്തിരുന്നു. സാർ അത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ട്രീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഡേ, ഞാൻ കൊണ്ടുപോയി തരാം, നീ കയറി, സാറിനോട് പറഞ്ഞു. മറുവശത്ത് ഷിഫാന, സാറും റിയ കൂട്ടരും കൂടി ലൗട്ടിയില്. എവിടെ? അവര് പോയി. നീ എന്തേ വൈകി ഇറങ്ങാൻ? അവരെന്താ സാറിൻ്റെ കൂടെ എവിടെ? സുബിയുടെ ബർത്ത്ഡേ അല്ലേ? അവളുമാരുടെ ഒരു ബർത്ത്ഡേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.